വിയ്യൂർ ജയിലിലേക്ക് കൊണ്ടുവരുന്നതിനിടെ രക്ഷപ്പെട്ട കൊടും കുറ്റവാളി ബാലമുരുകൻ തമിഴ്നാട്ടിലെ തെങ്കാശിയിലെത്തിയതായി വിവരം. ഭാര്യയെ കാണാനായി തെങ്കാശിയിൽ ഉള്ള വീട്ടിലാണ് എത്തിയത്. പോലീസ് സംഘം പിടികൂടാൻ ശ്രമിച്ചെങ്കിലും സമീപത്തെ മലമുകളിലേക്ക് ഓടിക്കയറുകയായിരുന്നു. നവംബർ 4-നാണ് തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നും ബാലമുരുകൻ രക്ഷപ്പെട്ടത്. വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നു. അനീഷ്, ബാലമുരുകന്റെ എവിടെയാണ് എന്നതിന് ഒരു സൂചന ലഭിച്ചിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? നവംബർ 4-നാണ് ഈ ബാലമുരുകൻ, കൊടും കുറ്റവാളിയായിട്ടുള്ള ബാലമുരുകൻ തമിഴ്നാട് പോലീസിന്റെ പക്കൽ നിന്നും വിയ്യൂർ ജയിലിന്റെ പരിസരത്ത് വെച്ച് രക്ഷപ്പെടുന്നത്. ഈ ബാലമുരുകനെ തമിഴ്നാട്ടിലെ ഒരു കേസിൽ കോടതിയിൽ ഹാജരാക്കി തമിഴ്നാട് പോലീസ് തിരികെ വിയ്യൂർ ജയിലിലേക്ക് കൊണ്ടുവരുന്നതിനിടെ ജയിലിന്റെ സമീപത്ത് വെച്ച് മൂത്രമൊഴിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇറങ്ങിയ സമയത്താണ് ബാലമുരുകൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടത്. ഇതിനിടെ ഈ തമിഴ്നാട് പോലീസ് ആലത്തൂരിലുള്ള ഒരു ഹോട്ടലിൽ ബാലമുരുകന് ഭക്ഷണം വാങ്ങി നൽകുന്നതിനിടെ വിലങ്ങ്, കൈവിലങ്ങെല്ലാം അഴിച്ചു മാറ്റി വളരെ സ്വതന്ത്രനായി കൂടെ കൊണ്ടു നടക്കുന്ന ഒരു CCTV ദൃശ്യങ്ങളൊക്കെ അന്ന് തന്നെ പുറത്ത് വന്നിരുന്നു. നമ്മളുൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ആ CCTV ദൃശ്യങ്ങളൊക്കെ വെച്ച് വാർത്തയും നൽകിയിരുന്നു. എന്തായാലും ഈ ബാലമുരുകൻ കഴിഞ്ഞ നവംബർ 4-ന് രക്ഷപ്പെട്ടതോടുകൂടി തൃശ്ശൂരിൽ വ്യാപകമായ പരിശോധനയാണ് ഈ ബാലമുരുകനായി തൃശ്ശൂർ സിറ്റി പോലീസിന്റെ നേതൃത്വത്തിൽ നടത്തിയത്. ഒടുവിൽ ആണ് ബാലമുരുകൻ തമിഴ്നാട്ടിലേക്ക് കടന്നെന്നുള്ളൊരു സ്ഥിരീകരണമൊക്കെ ലഭിക്കുന്നത്. അതിനിടെ ഈ ബാലമുരുകനെ കൊണ്ടുവന്നിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ തമിഴ്നാട് പോലീസ് സസ്പെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ എത്തിയിരുന്നു. പിന്നീട് ഒരു മാസത്തിനിടെ യാതൊരു വിവരവും ഈ ബാലമുരുകനെ കുറിച്ച് ലഭിച്ചിരുന്നില്ല. അതിനിടെയാണ് ഇന്നലെ തെങ്കാശി ജില്ലയിൽ കടയ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ബാലമുരുകന്റെ ഭാര്യയെ കാണാനായി ബാലമുരുകൻ എത്തിയ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഈ സമയത്ത് 50-ലധികം വരുന്ന പോലീസ് സംഘം, തമിഴ്നാട് പോലീസ് സംഘം സ്ഥലത്ത് ഈ വിവരം ലഭിച്ച ദിവസങ്ങളായി ബാലമുരുകനെ ഭാര്യ വീടിന് സമീപത്തൊക്കെ നിരീക്ഷിച്ച് വരികയായിരുന്നു. കാരണം ബാലമുരുകൻ നേരത്തെയും ജയിൽ ചാടിയിട്ടുള്ള ഒരു പാരമ്പര്യമുള്ള ഒരാൾ കൂടിയാണ്. 50-ലധികം കേസുണ്ട്. കൊലക്കേസ് ഉൾപ്പെടെയുള്ള വലിയ കൊടും കുറ്റവാളി കൂടിയാണ്. ഈ ജയിൽ ചാടിയ ശേഷം ബാലമുരുകൻ ഭാര്യയെ കാണാൻ എത്തും എന്നുള്ളൊരു കണക്കുകൂട്ടൽ പോലീസിനുണ്ടായിരുന്നു. നേരത്തെയും സമാന രീതിയിൽ ബാലമുരുകൻ ജയിൽ ചാടിയ സമയത്ത് ഭാര്യയെ കാണാൻ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരം ഒരു കണക്കുകൂട്ടൽ പോലീസിനും ഉണ്ടായിരുന്നു. ഇതനുസരിച്ചാണ് തമിഴ്നാട് പോലീസ് ബാലമുരുകന്റെ ഭാര്യയുടെ വീടിന് സമീപം ദിവസങ്ങളായി പരിശോധനയൊക്കെ നടത്തിയത്. ഇതിനെയാണ് ഇന്നലെ രാത്രി ബാലമുരുകൻ ഇവിടേക്ക് എത്തിയത്. പോലീസിനെ കണ്ടതോടുകൂടി ബാലമുരുകൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. സമീപത്തുള്ള ഒരു വലിയ മല, പാറക്കെട്ടുകൾ ഉൾപ്പെടെയുള്ള വലിയ മലയിലേക്ക് ഓടിക്കയറി. ഒപ്പം തമിഴ്നാട് പോലീസും ഇന്നലെ രാത്രി തന്നെ ബാലമുരുകനെ പിന്തുടർന്നപ്പോൾ ഈ മലയിലേക്ക് ഓടിക്കയറി. പക്ഷേ ബാലമുരുകനെ പിടികൂടാൻ ഇതുവരെയും ആയിട്ടില്ല. ഇതിനിടെ 5ഓളം വരുന്ന പോലീസ് സംഘം മലയിൽ കുടുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അവരെ ഇന്ന് രാവിലെ തമിഴ്നാട് ഫയർഫോഴ്സ് എത്തിയാണ് ഈ മലയിൽ കുടുങ്ങിയ പോലീസ് ഉദ്യോഗസ്ഥരെ താഴേക്ക് ഇറക്കിയത്. വലിയ ഒരു മലയാണ്. 1000 അടിയോളം ഉയരമുള്ള വലിയ ചെങ്കുത്തായ പാറക്കെട്ടുകളൊക്കെ നിറഞ്ഞ മലയിലേക്കാണ് കയറിയത് ബാലമുരുകനൊപ്പം ബാലമുരുകന്റെ ഭാര്യയും ഈ മലയിലേക്ക് ഓടിക്കയറിയിട്ടുണ്ട് എന്നുള്ളൊരു വിവരം കൂടി ഇപ്പോൾ തമിഴ്നാട് പോലീസിനുണ്ട്. എന്തായാലും തമിഴ്നാട് പോലീസ് ആ മലയും പരിസര പ്രദേശങ്ങളും വ്യാപകമായ പരിശോധനയാണ് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രി ആരംഭിച്ച പരിശോധനയാണ്. എന്തായാലും ബാലമുരുകൻ ആ മലയിൽ എവിടെയെങ്കിലും പതുങ്ങിയിരിക്കുന്നുണ്ടെന്നുള്ളൊരു നിഗമനത്തിലാണ് തമിഴ്നാട് പോലീസ് ഉള്ളത്. മലയ്ക്ക് ചുറ്റും പോലീസ് സംഘം വളഞ്ഞിട്ടുണ്ട്. എന്തായാലും ബാലമുരുകനെ മലയിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പിടികൂടും എന്നുള്ളൊരു നിശ്ചയദാർഢ്യത്തിൽ തന്നെയാണ് തമിഴ്നാട് പോലീസ് ഉള്ളത്. നമുക്കറിയാം, വലിയ കൊടും കുറ്റവാളികളെ ഒരിക്കലും ഇത്തരത്തിൽ വിലങ്ങഴിച്ച് അന്ന് നേരത്തെ ഒരു തവണ ജയിൽ ചാടിയ ഒരു ആളെ വീണ്ടും വളരെ നിസ്സാരവൽക്കരിച്ചാണ് തമിഴ്നാട് പോലീസ് കൈകാര്യം ചെയ്തത്. വിലങ്ങ് അഴിച്ച് മാറ്റി വളരെ സ്വതന്ത്രനായിട്ടൊക്കെ ആയിരുന്നു ഈ ആലത്തൂരുള്ള ഹോട്ടലിൽ രാത്രി ഭക്ഷണം കഴിക്കാനൊക്കെ ബാലമുരുകനെ പോലീസ് ഉദ്യോഗസ്ഥരോടൊപ്പം കണ്ടത്. അത്തരത്തിലുള്ള CCTV ദൃശ്യങ്ങളൊക്കെയാണ് അന്ന് വാർത്തകളിൽ ഇടം നേടിയത്. പിന്നീടാണ് ഈ ജയിലിന്റെ മുൻപിൽ വെച്ച് ബാലമുരുകൻ ഇത്തരത്തിൽ രക്ഷപ്പെടുന്നത്. എന്തായാലും ബാലമുരുകനെ വൈകാതെ തന്നെ ഇന്നും നാളേക്കുള്ളിൽ പിടികൂടാനാകുമെന്നുള്ളൊരു കണക്കുകൂട്ടൽ തന്നെയാണ് തമിഴ്നാട് പോലീസ് ഉള്ളത്. ആ മലയ്ക്ക് ചുറ്റും പോലീസ് വലിയ രീതിയിലുള്ള പരിശോധനയാണ് നടത്തുന്നത്. ഏതെങ്കിലും സാഹചര്യത്തിൽ ബാലമുരുകൻ ആ മലയ്ക്ക് കീഴേക്ക് ഇറങ്ങുകയോ അല്ലെങ്കിൽ മലയിൽ കയറി പിടികൂടാനുള്ള ഒരു ശ്രമവും കൂടി പോലീസ് സംഘം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും വൈകാതെ തന്നെ പിടിയിലാകുമെന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് തമിഴ്നാട് പോലീസ് ഇപ്പോൾ ഉള്ളത്. ശരി. വിയ്യൂർ ജയിലിലേക്ക് കൊണ്ടുവരുന്നതിനിടെ രക്ഷപ്പെട്ട കൊടും കുറ്റവാളിയായ ബാലമുരുകൻ തമിഴ്നാട്ടിലെ തെങ്കാശിയിലെത്തിയതായാണ് ലഭിക്കുന്ന വിവരം. ഭാര്യയെ കാണാനായി തെങ്കാശിയിലുള്ള കടയിലുള്ള വീട്ടിലാണ് എത്തിയത്. പോലീസ് സംഘം പിടികൂടാൻ ശ്രമിച്ചെങ്കിലും സമീപത്തെ മലമുകളിലേക്ക് ഓടിക്കയറുകയായിരുന്നു. നവംബർ 4-നാണ് തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നും ബാലമുരുകൻ രക്ഷപ്പെട്ടത്. അനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.